എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് LGSലെ കമ്പനി ബോർഡ് എക്സാമിന്റെ ആദ്യഘട്ട പരീക്ഷയുടെ അനുബന്ധ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യഘട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് SCRTയിലെ +2ലെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ പഴയ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം പഴയ എഡിഷൻ പുസ്തകത്തിലെ ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. പഴയ എഡിഷൻ, ഇപ്പോഴത്തെ എഡിഷൻ അല്ല. പിന്നെ SCRT പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള എക്സാമുകളിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ SCRTയിലെ +1 +2 പാഠപുസ്തകങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ പഴയ എഡിഷൻ പുസ്തകങ്ങൾ കിട്ടുവാണെങ്കിൽ അതും പഠിക്കണം. അതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ SCRTയിലെ 10 വരെയുള്ള പാഠപുസ്തകങ്ങളും നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ എക്സാമ്പിളും നമ്മളെ എങ്ങനെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ മാത്രമേ അറിയൂ എങ്ങനെയാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന്. പിന്നെ അത് അനുസരിച്ച് നമുക്ക് അടുത്ത എക്സാമിന് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല PSCയുടെ കാര്യം എങ്ങനെ ക്വസ്റ്റ്യനുകൾ വരുമെന്ന്. പിന്നെ കുറേ ക്വസ്റ്റ്യനുകൾ പഠിച്ചു വെച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ അതിന് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ നമുക്ക് പാഠപുസ്തകത്തിൽ നിന്നാണ് ഇതിൽ തന്നെ അറിയാം, നമുക്ക് തന്നെ മനസ്സിലാവും. അതേ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ വന്നതാണ്. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ LGSന്റെ കമ്പനി ബോർഡ് ആദ്യഘട്ട പരീക്ഷയുടെ അനുബന്ധ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള വീഡിയോകൾ നമ്മൾ മാക്സിമം SCRTയുടെ പുസ്തകങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. +1ൻ്റെ ഭൂമിശാസ്ത്രത്തിൻ്റെ വീഡിയോകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഹിസ്റ്ററിയും ബാക്കിയുള്ളതൊക്കെ +1 +2 നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. അത് തീർത്തതിന് ശേഷം നമ്മൾ 10ാം ക്ലാസ്സൊക്കെ വരും. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് ഒക്കുന്ന കണക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ ലോഹങ്ങളുടെ രാജാവ് ഏതെന്നാണ്. സ്വർണ്ണമാണ്. അതിൽ സ്വർണം അതിനെക്കുറിച്ച് നമ്മൾ ഇതിനെയൊക്കെ അനുബന്ധ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാണെങ്കിൽ സ്വർണം ലോഹങ്ങളുടെ രാജാവ്, തുരുമ്പെടുക്കില്ല, വായുമായോ വെള്ളമായോ അത് പ്രവർത്തിക്കത്തില്ല, കാലങ്ങളോളം തിലക്കം നിലനിർത്തും എന്നിവയാണ് സ്വർണത്തെ രാജാവ് ആക്കുന്നത്. പിന്നെ അതിൻ്റെ മാലിബിലിറ്റി, ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ സാധിക്കുന്ന ലോഹമാണിത്. പിന്നെ ഏറ്റവും കൂടുതൽ നീട്ടി എന്ന് വെച്ചാൽ കമ്പിയാക്കാൻ സാധിക്കുന്ന ലോഹമാണ്. എന്നൊക്കെ വെച്ചാൽ നീട്ടി അത് ഓരോരോ ആഭരണങ്ങളൊക്കെ ആക്കാനൊക്കെ പറ്റും. അത് അതിൻ്റെ ഡക്റ്റിലിറ്റി എന്നാണ് പറയുന്നത്. മാലിബിലിറ്റി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അടിച്ച് പരത്താൻ സാധിക്കുന്ന ലോഹമാണ് അതിൻ്റെ മാലിബിലിറ്റി, പിന്നെ ഡക്റ്റിലിറ്റി. അപ്പോൾ സ്വർണ്ണം അലിഞ്ഞു ചേരുന്ന ദ്രാവകം എന്ന് വെച്ചാൽ അക്വയർ ചെയ്യുക. പിന്നെ അതിനെന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ ചേർത്താണ് മിശ്രിതം ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പ്ലാറ്റിനം. പ്ലാറ്റിനം വെച്ചാൽ വെളുത്ത സ്വർണം എന്ന് പറയുന്നു. പ്ലാറ്റിനത്തിന്റെ നിറം ഉയർന്ന മൂല്യം കാരണമാണ് ഇതിനെ വെളുത്ത സ്വർണം എന്ന് വിളിക്കുന്നത്. ആഡംബര ലോകം അല്ലെങ്കിൽ ഉത്കൃഷ്ട ലോകം, നോബിൾ മെറ്റൽ, പ്രകൃതി വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത ലോകമാണ് പ്ലാറ്റിനം. നമ്മൾ ഈ സ്പീഡിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യനുകളുണ്ട്. അത് എല്ലാം നമുക്ക് കുറേ സമയം എടുക്കാത്ത രീതിയിൽ പെട്ടെന്ന് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വേഗതയിൽ പോകുന്നത്. ഇത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കിട്ടും. നമ്മളല്ലാതെ പെതുക്കെ ഇത് വിശദീകരിച്ച് പെതുക്കെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് വളരെ കൂടും. അതുകൊണ്ട് മാത്രമാണ്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ അതാണ് തന്നെ ഈ പ്ലാറ്റിനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ആഭരണം ഉണ്ടാക്കാനും, പിന്നെ അതിനൊക്കെ തന്നെ ഈ കാറ്റലിറ്റിക് കൺവെർട്ടറുകളെ ഉപയോഗിക്കുന്നു. അതായത് വാഹനങ്ങളുടെ പുകമലിനീകരണം കുറയ്ക്കാനുള്ള, എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഇപ്പം പുതിയ ബൈക്കുകളിലൊക്കെ ഈ കാറ്റലിറ്റിക് കൺവെർട്ടർ ഉപയോഗിക്കുന്നു. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കണം. പ്ലാറ്റിനം ആണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്ക് ചർച്ച ചെയ്യാം മെർക്കുറി, രസം. സാധാരണ ഊഷ്മാവിൽ ദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരേ ഒരു ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്. പിന്നെ അതിനെ ക്വിക്ക് സിൽവർ എന്നാണ് പറയുന്നത്. ക്വിക്ക് സിൽവർ എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ക്വിക്ക് സിൽവർ വെള്ളിയുടെ നിറമുള്ളതും വേഗത്തിൽ ഒഴുകി നീങ്ങുന്നതുമായ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ മെർക്കുറി മറ്റ് ലോഹങ്ങളുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന മിശ്രിത ലോഹങ്ങളെ അമാൽഗം എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ മെർക്കുറി മറ്റ് ലോഹങ്ങളുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന മിശ്രിത ലോഹങ്ങളെയാണ് അമാൽഗം എന്ന് വിളിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇരുമ്പ്, പ്ലാറ്റിനം എന്നിവ മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം
ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, ഇത് PSCയിലൊക്കെ ചോദിക്കുന്ന മിനാമത രോഗം, മെർക്കുറി ശരീരത്തിനുള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന രോഗമാണ് മിനാമത രോഗം. പിന്നെ അടുത്ത് നമുക്ക് വെള്ളിയെ കുറിച്ച് പറയാം. വെള്ളി ഒരു ബെസ്റ്റ് കണ്ടക്ടറാണ് എന്ന് വെച്ചാൽ താപത്തെയും വൈദ്യുതിയും ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമാണിത്. മികച്ച ചാലകം അല്ലെങ്കിൽ ബെസ്റ്റ് കണ്ടക്ടർ. അപ്പം സിൽവർ നൈട്രേറ്റ് ആണ് ലൂണാർ കാസ്റ്റിക്. ഈ തിരഞ്ഞെടുപ്പുകളിൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ ഇത് ഉപയോഗിക്കുന്നു. സിൽവർ നൈട്രേറ്റ് ആണ് തിരഞ്ഞെടുപ്പുകളിൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റ് ആണ്. പിന്നെ ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമുകളിൽ ഉപയോഗിക്കുന്നത് സിൽവർ ബ്രോമൈഡ് ആണ്. ഇതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. സിൽവർ ബ്രോമൈഡ് ഫോട്ടോഗ്രാഫിക് ഫിലിമുകളിൽ ഉപയോഗിക്കുന്നത് സിൽവർ ബ്രോമൈഡും ഈ തിരഞ്ഞെടുപ്പുകളിൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റും കൃത്രിമ മഴ പെയ്യ്ക്കുന്നത് സിൽവർ അയോഡൈഡും ആണ്. സിൽവർ അയോഡൈഡ്, സിൽവർ ബ്രോമൈഡ് ആൻഡ് സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് മഷിയിലും സിൽവർ ബ്രോമൈഡ് ഫോട്ടോഗ്രാഫി ഫിലിമുകളിലും കൃത്രിമ മഴയ്ക്ക് സിൽവർ അയോഡൈഡും ആണ്. പിന്നെ അടുത്ത നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ നമ്മൾ തയ്യാറാക്കിയ ചോദ്യങ്ങളാണ്. ഇത് നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്വർണ്ണത്തെക്കുറിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ സാധിക്കുന്ന ലോഹമാണിത്. കറക്റ്റ് ആണ്. ഇത് അക്വറേജിയ എന്ന മത്സരത്തിൽ ലയിക്കുന്നു. കറക്റ്റ് ആണ്. അത് രണ്ടും ശരിയാണ്. 2. മെർക്കുറിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. സാധാരണ ഊഷ്മാവിൽ ദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു അലോഹമാണിത്. അലോഹമല്ല, ഇത് ലോഹമാണ്. 1 തെറ്റാണ്. പിന്നെ രണ്ടാമത്തത് മെർക്കുറി അടങ്ങിയ സംയുക്തങ്ങൾ ശരീരത്തിൽ എത്തിയ മീനമത രോഗത്തിന് കാരണം. അത് ശരിയാണ്. അപ്പം കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഓപ്ഷൻ ആണ്. 1 തെറ്റാണ്, 2 ശരിയാണ്. എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ തെറ്റ് കാരണം അറിയാലോ, മെർക്കുറി അലോഹമല്ല, ലോഹമാണ്. ഇതിന് അടുത്ത മൂന്നാമത്തെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏത്? പ്ലാറ്റിനം വെളുത്ത സ്വർണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് കറക്റ്റ് ആണ്. ഇരുമ്പ്, പ്ലാറ്റിനം എന്നീ ലോഹങ്ങൾ മെർക്കുറിയുമായി ചേർന്ന് എളുപ്പത്തിൽ അമാൽഗം ഉണ്ടാക്കുന്നു. അത് അമാൽഗം ഉണ്ടാക്കത്തില്ല, ഇരുമ്പും പ്ലാറ്റിനും ചേർന്ന്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അതിന് അപ്പം തെറ്റായിട്ടുള്ള പ്രസ്താവന വെച്ചാൽ രണ്ടാമത്തെ മാത്രം. കാരണം ഇരുമ്പും പ്ലാറ്റിനും മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ഉണ്ടാകില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വെള്ളിയെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായവ ഏത് എന്ന് വെച്ചാൽ വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമാണ്. അത് കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ല, വൈദ്യുതിയെ നന്നായി കടത്തിവിടുന്ന ലോഹമാണ്. കൃത്രിമ മഴ പെയ്യിക്കാൻ സിൽവർ അയോഡൈഡ് ഉപയോഗിക്കുന്നു. അതും കറക്റ്റ് ആണ്. സിൽവർ അയോഡൈഡ്, കൃത്രിമ മഴ പെയ്യിക്കാൻ സിൽവർ അയോഡൈഡ് ആണ് ഉപയോഗിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മഷിയിൽ സിൽവർ ബ്രോമൈഡ് ആണ് അടങ്ങിയത്. അത് തെറ്റാണ്. സിൽവർ ബ്രോമൈഡ് അല്ല, സിൽവർ നൈട്രേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. സിൽവർ തിരഞ്ഞെടുപ്പ് മഷിയിൽ സിൽവർ ബ്രോമൈഡ് അല്ല, സിൽവർ നൈട്രേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. സിൽവർ ബ്രോമൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ഫോട്ടോഗ്രാഫിയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലായിരുന്നോ? അപ്പൊ അതിൽ കറക്റ്റ് എന്ന് വെച്ചാൽ 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 5. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ലോഹത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏവ? ഇത് പ്രകൃതി സ്വതന്ത്രമായി കാണപ്പെടുന്നു. കറക്റ്റ് ആണ്. ഇതിന്റെ രാസപ്രവർത്തന ശേഷി വളരെ കുറവാണ്. കറക്റ്റ് ആണ്. കാരണം വെച്ചാൽ ഇതിൽ ആൻസർ എന്ന് വെച്ചാൽ ഉത്തരം സി ആണ്. 1ഉം 2ഉം എന്നിവ ശരിയാണ്. അതിന്റെ വിശദീകരണം സ്വർണത്തിന്റെ രാസപ്രവർത്തന ശേഷി കുറവായതുകൊണ്ട് തന്നെയാണ് അത് പ്രകൃതിയിൽ മറ്റു മൂലകങ്ങളുമായി കൂടിക്കലരാതെ സ്വതന്ത്രമായി കാണപ്പെടുന്നത് തന്നെ. ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോഹം ഏത് എന്ന് വെച്ചാൽ പെൻസിലിന്റെ ആ മുനമ്പ് ഭാഗം കറുത്ത കളറുള്ള അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് കൊണ്ടാണ്. ഏതാണ്ട് 7ാമത്തെ ക്വസ്റ്റ്യൻ, ഈ നമ്മുടെ മാച്ച് സ്റ്റിക്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണെന്ന് വെച്ചാൽ തീപ്പെട്ടിക്കുള്ളി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതിൽ അതിൽ ഫ്രണ്ട് കാണുന്നത് ചുവന്ന ഫോസ്ഫറസ് ആണ്. പ്രകൃതിയിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? വജ്രമാണ്. ഇലക്ട്രിക് ബൾബുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ടങ്സ്റ്റൺ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോഹം ഏത്? ഗ്രാഫൈറ്റ്. മാച്ച് സ്റ്റിക്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ്. പ്രകൃതിയിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം വജ്രമാണ്. ഇലക്ട്രിക് ബൾബുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ടങ്സ്റ്റൺ ആണ്. ഇതെല്ലാം നോക്കി വെച്ചേക്കണം. ഇനിയുള്ള എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അടുത്ത പടക്കങ്ങൾക്ക് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ബേരിയം. ചുവപ്പ് നിറം സ്ട്രോൺഷ്യം ആണ്. ബേരിയം സ്ട്രോൺഷ്യം ആണ്. ഓർത്ത് വെച്ചാൽ പച്ച നിറം ബേരിയവും ചുവപ്പ് നിറം സ്ട്രോൺഷ്യം ആണ്. ഈ പിച്ചള എന്ന് വെച്ചാൽ ബ്രാസ് ഏതെല്ലാം രോഗങ്ങൾ ചേർന്ന സങ്കരമാണ്? ചെമ്പ് സിങ്കും കൂടാണ്, കോപ്പർ സിങ്കും കൂടാണ്. വെങ്കലം ഏതൊക്കെ
ലോഹങ്ങൾ മിശ്രിതമാണ്. വെങ്കലം എന്ന് വെച്ചാൽ ബ്രോൺസ്, അത് ചെമ്പ് ടിന്നും അത് കോപ്പർ ടിന്നും കൂടെ ചേർന്നുള്ള മിശ്രിതമാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ഏവ? ഈയം, ടിന്ന്, അതായത് ലെഡും ടിന്നും കൂടെ ചേർന്നാണ്. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ലെഡും ടിന്നും കൂടി ചേർന്നാണ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിന്റെ ഘടകങ്ങൾ. ഇതൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്, ലെഡും ടിന്നും കൂടി. സ്റ്റെയിൻലെസ് സ്റ്റീൽ തുരുമ്പെടുക്കാതിരിക്കാൻ അതിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? ക്രോമിയമാണ്. അടുത്തത്, പാചകവാതകമായ LPGയിലെ പ്രധാന ഘടകങ്ങൾ ഏവ? പ്രൊപ്പേനും ബ്യൂട്ടേനും. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇരുമ്പ് തുരുമ്പെടുക്കുമ്പോൾ അതിന്റെ ഭാരത്തിന് എന്ത് മാറ്റം വരുന്നു? ഭാരം കൂടുന്നു. എന്ന് വെച്ചാൽ ഇരുമ്പ് വായുവിലെ ഓക്സിജനുമായും ഈർപ്പമായും പ്രവർത്തിച്ച് അയൺ ഓക്സൈഡ് ആകുന്നത് കൊണ്ടാണ് ഭാരം കൂടുന്നത്. ഓർത്ത് വെച്ചേക്കണം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇരുമ്പ് തുരുമ്പെടുക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഗാൽവനൈസേഷൻ എന്നാണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യൻ ആദ്യമേ ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പ്. വിമാനങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏത്? അലൂമിനിയം. എന്ന് ഭാരം കുറവാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? ഉത്തരം അലൂമിനിയം ആണ്. ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്, എന്നാൽ ലോഹം അലൂമിനിയം ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലായുള്ള വാതകം ഏത്? നൈട്രജൻ ആണ്, ഏകദേശം 78%. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഏറ്റവും കൂടുതലായുള്ള മൂലകം ഏത്? ഹൈഡ്രജൻ ആണ്. നമ്മൾ ഈ ചിപ്സ് പാക്കറ്റുകളൊക്കെ കേട് വരാതിരിക്കാൻ നിറയ്ക്കുന്ന വാതകം ഏതാണ്? എന്ന് വെച്ചാൽ നൈട്രജൻ ആണ്. നമ്മൾ മേടിക്കുന്നതൊക്കെ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഈ നൈട്രജൻ ആണ്, എന്ത് നിറയ്ക്കുന്ന വാതകം. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ, കത്തി ജ്വലിക്കാൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, ചോക്കിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ മിക്കവാറുള്ള എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഉള്ളത്. ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ബാംഗ്ലൂരാണ്. 2026 അതിനെ അനുബന്ധമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ കുറച്ചുണ്ട്. 2026 മെയ് 27-നാണ് ഈ ഉച്ചകോടി നടന്നത്. ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവറേജ് ബോർഡും എലൈറ്റ് ടെക്നോമീഡിയയും സംയുക്തമായാണ് ഇത് സംഘടിപ്പിച്ചത്. ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവറേജ് ബോർഡും എലൈറ്റ് ടെക്നോമീഡിയയും സംയുക്തമായാണ് ഇത് സംഘടിപ്പിച്ചത്. നഗരങ്ങളിലെ ജലവിനിയോഗം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതായിരുന്നു ഈ ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാ വിഷയം. അപ്പോൾ ബാംഗ്ലൂരിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയുടെ സിലിക്കൺ വാലിയാണ് ബാംഗ്ലൂർ. ഇപ്പം ഈ ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി സംയുക്തമായി സംഘടിപ്പിച്ച ഏജൻസികൾ എന്ന് വെച്ചാൽ ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവറേജ് ബോർഡും, അതായത് BWSSBയും എലൈറ്റ് ടെക്നോമീഡിയയും ചേർന്നാണ്. എലൈറ്റ് ടെക്നോമീഡിയയും കൂടി ചേർന്നിട്ടാണ് ഇത് സംയുക്തമായി സംഘടിപ്പിച്ച 2 ഏജൻസികൾ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമേ ഒരു ഡിജിറ്റൽ വാട്ടർ ഡാറ്റ ബാങ്കായ അക്വേറിയം നിലവിൽ വന്ന സംസ്ഥാനം കർണാടകയാണ്. എന്ന് വെച്ചാൽ ഇത് മീനുകളെ വളർത്തുന്ന അക്വേറിയം എന്ന വാക്കിൽ നിന്ന് നേരിട്ട് വന്നതല്ല. അങ്ങനെ മീനുകളെ വളർത്തുന്ന അക്വേറിയം എന്നതല്ല, പകരം പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ പ്രതിഫലിക്കുന്ന വിധത്തിൽ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ പേരാണ്. എന്ന് പറഞ്ഞാൽ അക്വ എന്ന് വെച്ചാൽ വെള്ളം, അങ്ങനെ ആ ഒരു രീതിയിൽ ആണ് ഇതിൻ്റെ അക്വേറിയം എന്നുള്ള ഒരു പേര് വന്നത് തന്നെ. വേറെന്നുള്ളത് ജലത്തിന്റെ ഗുണനിലവാരം, ലഭ്യത എന്നിവ കൃത്യമായി പരിശോധിക്കുക, അങ്ങനെയൊക്കെ ഒരു അർത്ഥം വെച്ചിട്ടാണ് ആ അക്വേറിയം എന്നുള്ള പേര് വന്നത്. അല്ലാതെ നമ്മൾ വീട്ടിലെ മീനെ വളർത്തുന്ന അക്വേറിയം അല്ല. ഇന്ത്യയിൽ ആദ്യമേ ഒരു ഡിജിറ്റൽ വാട്ടർ ഡാറ്റ ബാങ്കായ അക്വേറിയം, ആ ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് എന്നാണ്? അക്വേറിയം എന്നാണ്. നിലവിൽ വന്ന സംസ്ഥാനം കർണാടകയാണ്. ബാംഗ്ലൂർ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ രണ്ടാമത്തെ, എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ജൽജീവൻ മിഷനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ മക്കാർത്തിയാണ്. ഇതൊക്കെ ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇതൊക്കെ ഇപ്പം AI വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം ഒക്കെ വരാം. ലോകമെമ്പാടും തരംഗമായ ChatGPT വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? OpenAI ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത പ്രമുഖ AI ടൂൾ ഏതാണ്? ജെമിനി ആണ്. പിന്നെ അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഉടമസ്ഥയുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? C-Space ആണ്.
സീ സ്പേസ് ആണ് കേരള സർക്കാരിൻ്റെതാണ് ഇത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും സൗജന്യ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്ക് ഇന്റർനെറ്റ് നൽകാനായി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി ഏതാണ്? കെ-ഫോൺ എന്നാണ് പേര്. അതിന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കുക. അടുത്തത് എന്ന് വെച്ചാൽ ജലദിനം, അത് മാർച്ച് 22. ശുദ്ധജലത്തിന്റെ pH 7 പിന്നെ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ നിലവിലെ മന്ത്രി ആരാണ്? CR പാട്ടീലാണ്. 16ാം കേരള ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 3ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചതെന്ന് വെച്ചാൽ 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് 2026 ഏപ്രിൽ 9-നാണ്. അപ്പം മറ്റേ 2ാമത്തെ ക്വസ്റ്റ്യനോട് ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, നമുക്ക് അനുബന്ധമായിട്ട് ഓരോരോ വെച്ച് ചെയ്യാം. പക്ഷെ അത് കുറേ അങ്ങനെ ലെങ്തായി പോകും. അതുകൊണ്ട് മാത്രമാണ് പറ്റുന്ന മാക്സിമം നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നത് എന്നാണ്? 2026 മെയ് 4-ന്. എത്ര മണ്ഡലങ്ങളിലേക്കാണ് ഈ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്? 140 മണ്ഡലങ്ങൾ. പിന്നെ അടുത്ത നിലവിലെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ഡോക്ടർ കൗസിംഗൻ IAS ആണ്. ഡോക്ടർ കൗസിംഗൻ IAS ആണ്. നേരത്തെ പ്രണവ് ജ്യോതിനാഥ് ആണ്. അദ്ദേഹം മാറിയിട്ടാണ് ഡോക്ടർ കൗസിംഗൻ വന്നത്. പ്രണവ് ജ്യോതിനാഥ് IAS ആണ്. ഇത് ഇദ്ദേഹം IAS ആണ്. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിനായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് വകുപ്പ് പുറത്തിറക്കിയ ക്യാമ്പയിന്റെ പേരെന്താണ്? എന്റെ വോട്ട് എന്റെ ശക്തി. എന്റെ വോട്ട് എന്റെ ശക്തിയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് വകുപ്പ് പുറത്തിറക്കിയ ക്യാമ്പയിന്റെ പേര് എന്റെ വോട്ട് എന്റെ ശക്തി എന്നാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കേരള നിയമസഭയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകൾ എത്ര വീതമാണ്? SCക്ക് അതായത് പട്ടികജാതി 14 സീറ്റുകളും ഷെഡ്യൂൾ ട്രൈബ് അതായത് STക്ക് 2 സീറ്റുകളാണ് ഉള്ളത്. ആകെ 16 സംവരണ മണ്ഡലങ്ങളാണ് ഉള്ളത്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, കേരള നിയമസഭയുടെ ഔദ്യോഗിക മാസിക ഏതാണ്? ജനപദം എന്നാണ്. അടുത്തത് 2026 ഏപ്രിൽ പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മെയ് 18-ന് VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16ാം കേരള നിയമസഭ മന്ത്രിസഭ അധികാരമേറ്റു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് ഈ മന്ത്രിസഭയിൽ ഉള്ളത്. ഏപ്രിൽ 18-ന് അല്ല 2020 ഏപ്രിൽ 4 തെരഞ്ഞെടുപ്പിൽ മെയ് 18-നാണ്. അതിൽ മുഖ്യമന്ത്രി VD സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, പ്രോട്ടം സ്പീക്കർ G സുധാകരൻ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്ത മന്ത്രിമാരും പ്രധാന വകുപ്പുകളും. ഇതില് VD സതീശൻ മുഖ്യമന്ത്രി, പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം, ആസൂത്രണം, വിവരസാങ്കേതിക വിദ്യ. ഇതെല്ലാവരും ഒന്ന് ഈ വകുപ്പുകളെല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കി പഠിച്ചു വെച്ചേക്കണം. ഇതിൽ ഏതാ വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതിൽ എന്ത് വേണമെങ്കിലും വരാം. അതുകൊണ്ട് ഈ വകുപ്പുകൾ എല്ലാം എങ്ങനെയെങ്കിലും ഓർത്ത് വെച്ചേ പറ്റുള്ളൂ. ഇത് വരാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് വകുപ്പുകളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. നിങ്ങളത് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തല്ല, ഇന്ന് വീഡിയോ ഒന്ന് വെച്ചിട്ട് അത് കൃത്യമായിട്ടൊന്ന് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ റാങ്ക് ഫയലിലോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുകയോ ചെയ്യണം. VD സതീശൻ മുഖ്യമന്ത്രിയാണ്. പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം, ആസൂത്രണം, വിവരസാങ്കേതിക വിദ്യ. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, ജയില്, ഫയർ ആൻഡ് റെസ്ക്യൂ, കയർ ഓർത്ത് വെച്ചേക്കണം. K മുരളീധരൻ ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, വാണിജ്യം, ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ. AI ഒന്നോർത്ത് വെച്ചേക്കണം. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യങ്ങൾ, അനർട്ട്. AP അനിൽകുമാർ റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്, ഭൂപരിഷ്കരണം. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. സാക്ഷരതാ പ്രസ്ഥാനം, ഹജ്ജ്, വഖഫ്. അടുത്ത റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസമാണ്. റോജി M ജോൺ സാങ്കേതിക വിദ്യാഭ്യാസം, NCC. PC വിഷ്ണുനാഥ് ടൂറിസം, സാംസ്കാരികം, ചലച്ചിത്ര അക്കാദമി, KSFDC. അടുത്ത T സിദ്ദിഖ് കൃഷി, മണ്ണ് സർവേ, കാർഷിക സർവകലാശാല. ലിജു എക്സൈസ് സഹകരണം. ബിന്ദുകൃഷ്ണ തൊഴില്, വനിതാ ശിശു വികസനം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. അടുത്ത മോൻസ് ജോസഫ് ജലവിഭവം, ജല അതോറിറ്റി, ഭവന നിർമ്മാണം. അനു ജേക്കബ് ഭക്ഷണം, സിവിൽ സപ്ലൈസ്,
ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. ഷിബു ബേബി ജോൺ വനം, വന്യജീവി സംരക്ഷണം, കശുവണ്ടി വ്യവസായം, നൈപുണ്യ വികസനം. സി പി ജോൺ ഗതാഗതം. സി പി ജോൺ നമുക്കറിയാം ഗതാഗതമാണ്. കെ എം ഷാജി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമവികസനം, കില. പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പ്. വി അബ്ദുൽ ഗഫൂർ ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനിധി. ഇത്രയും വകുപ്പുകളാണ്. പിന്നെ അതുപോലെ തന്നെ കെ തുളസി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസനം. ഒ ജെ ജനീഷ് കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിക്കുക. 16ാം കേരള നിയമസഭയിലെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് 2026 മെയ് 18-നാണ്. കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഈ മന്ത്രിസഭയിൽ ആകെ 2 വനിതാ മന്ത്രിമാരാണുള്ളത്, ബിന്ദു കൃഷ്ണ, കെ തുളസി. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചത് ഈ മന്ത്രിസഭയിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, 2ാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചോദിക്കാത്ത PSC എക്സാമുകൾ വളരെ ചുരുക്കമാണ്. ഇപ്പം ഈ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതിന് കുറേ കാര്യങ്ങൾ ഇന്നൊന്നും ഒരു 10-20 മിനിറ്റ് വീഡിയോ ചെയ്യാനുള്ളത് ശ്രീനാരായണ ഗുരുവിനെ തന്നെ ഉണ്ട്. അതിൽ കൂടുതലും വേണമെങ്കിലും ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ. മാക്സിമം ഇത് കിട്ടുന്ന വിവരങ്ങളെല്ലാം പഠിക്കുക എന്നതാണ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം, ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം ഏതാണ്? ചെമ്പഴന്തി. 1856 ഓഗസ്റ്റ് 20-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് വയൽവാരത്ത് വീട് എന്നാണ്. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചാണ്? മരുത്വമല, പിന്നെ പിള്ളത്തടം ഗുഹ എന്നാണ് പറയുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിന്റെ യോഗ ഗുരു ആരായിരുന്നു? തൈക്കാട് അയ്യ. 4ാമത്തെ ക്വസ്റ്റ്യൻ, അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏത്? 1888. ഇപ്പം നെയ്യാറിന്റെ തീരത്തുള്ള അരുവിപ്പുറത്താണ് ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ജാതിഭേദം മതദ്വേഷമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന വരികൾ ഗുരു കുറിച്ചു വെച്ചത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്ര ചുമരിലാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അതായത് SNDP സ്ഥാപിതമായത് എന്നാണ്? 1903 മെയ് 15-നാണ്. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശനും ഇതിന് പ്രവർത്തിച്ച പ്രധാന വ്യക്തി ഡോക്ടർ പൽപ്പു ആയിരുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗുരു വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? 1916. അടുത്തത്, ഏത് ക്ഷേത്രത്തിലാണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്? കളവങ്കോട് അർദ്ധനാരീശ്വര ക്ഷേത്രം, ആലപ്പുഴയിലാണ്. മുരുക്കുപുഴ ക്ഷേത്രത്തിലാണ് പ്രഭാപ്രതിഷ്ഠയും, അതായത് സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നെഴുതിയത്. കാരമുക്ക് ക്ഷേത്രത്തിൽ വിളക്ക് പ്രതിഷ്ഠയും അദ്ദേഹം നടത്തി. ഇതൊന്ന് നോക്കി വെച്ചേക്കണം, പ്രഭാപ്രതിഷ്ഠയും വിളക്ക് പ്രതിഷ്ഠയും. അത് 9ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വർഷം 1904 തിരുവനന്തപുരത്ത് വെച്ചാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ശിവഗിരി സന്ദർശിച്ച് ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ്? 1925 മാർച്ച് 12. രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? 1922 ശിവഗിരി വെച്ചാണ്. അതിൽ ടാഗോർ ഗുരുവിനെ കുറിച്ച് പറഞ്ഞൊരു സെന്റൻസ് എന്ന് വെച്ചാൽ, മഹാനായ ഒരു സന്യാസിയെ ഞാൻ കണ്ടുമുട്ടി, അദ്ദേഹത്തിന് പകരമായി മറ്റൊരാളില്ല എന്ന് ടാഗോർ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത്. ഗുരുവിന്റെ പ്രധാന കൃതികൾ ഏവ? മലയാളം കൃതികളും സംസ്കൃതം കൃതികളും ഉണ്ട്. മലയാളം കൃതികൾ ആത്മോപദേശ ശതകം, ദൈവദശകം. ഇപ്പം ദൈവദശകം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്നു. ജാതിമീമാംസ, അദ്വൈത ദീപിക, ജനനി നവമഞ്ജരി, കുണ്ടലിനി പാട്ട്. സംസ്കൃത കൃതികൾ ദർശനമാല, വിനായക അഷ്ടകം, വേദാന്ത സൂത്രം. ഈ കൃതികൾ ഇനിയും കൃതികളുണ്ട്. കൃതികൾ മിക്കവാറും ഇത് നമ്മൾ ഇതിനകത്ത് കുറച്ചുകൊണ്ട് കൃതികൾ പറഞ്ഞിട്ടുണ്ട്. കൃതികളുള്ളതെല്ലാം മാക്സിമം ഒന്ന് നോക്കി വെച്ചേക്കണം. അത് എല്ലാ മഹാന്മാരുടെയും കൃതികൾ നമ്മൾ ഈ സാമൂഹ്യ പരിഷ്കർത്താവുമാരുടെയും കൃതികൾ നമ്മൾ കൃത്യമായിട്ട് നോക്കി വെച്ചിരുന്ന ഉപകാരപ്പെടും. ഇപ്പം മലയാളം കൃതികൾ ആത്മോപദേശ ശതകം, ദൈവദശകം, ജാതിമീമാംസ, അദ്വൈത ദീപിക,
ജനനി, നവമഞ്ജരി, കുണ്ടലിനി പാട്ട്. സംസ്കൃത കൃതികൾ ദർശനമാല, വിനായക അഷ്ടകം, വേദാന്ത സൂത്രം. 13ാമത്തെ ക്വസ്റ്റ്യൻ, നാണയത്തിലും തപാൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരാളുടെ ജീവിച്ചിരിക്കുമ്പോഴുള്ള പ്രതിമ സ്ഥാപിക്കപ്പെട്ടതും ഗുരുവിൻ്റെതാണ്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപമാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ രാജാക്കന്മാർ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്ന ഏക നവോത്ഥാന നായകൻ ആര്? ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം സമാധിയായ വർഷം എന്ന് വെച്ചാൽ 1928 സെപ്റ്റംബർ 20 വർക്കല ശിവഗിരി വെച്ചാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറെ ടാസ്ക് എന്ന് വെച്ചാൽ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒരാളുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് നാണയം പുറത്തിറക്കിയ ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. 2006 5 രൂപ നാണയമാണ്. അപ്പം ജന്മശതാബ്ദി പ്രമാണിച്ച് നാണയം പുറത്തിറക്കിയ ഒരു മലയാളിയുടെ പേരിൽ അത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും മറ്റു രാജ്യങ്ങളുടെ, അതായത് ശ്രീലങ്കയിലെ സ്റ്റാമ്പിൽ വന്ന ആദ്യ മലയാളിയും ഗുരു തന്നെയാണ്. പിന്നെ അടുത്ത ആലുവ സർവമത സമ്മേളനം 1924, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്നു. ഇതിന്റെ മുഖവാചകം എന്ന് വെച്ചാൽ, വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതായിരുന്നു. ഇത് ഓർത്ത് വെച്ചേക്കണം. പിന്നെ അടുത്താണ് നമുക്ക് ജാതിയില്ല വിളംബരം 1916. ജാതി വ്യവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗുരു പുറപ്പെടുവിച്ച വിളംബരമാണ് നമുക്ക് ജാതിയില്ല വിളംബരം 1916. 17ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവദശകത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ച വർഷം 2014. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവദശകത്തെ കേരളത്തിന്റെ ദേശീയ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ബോധേശ്വരനാണ്. ദൈവദശകം ഔദ്യോഗിക പ്രാർത്ഥനാ ഗീതമാക്കിയ കേരളത്തിലെ സർവകലാശാല ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. 20ാമത്തത്, സ്വാതന്ത്ര്യം തന്നെയാമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പ്രശസ്തമായ വരികൾ എഴുതിയ SNDPയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ ആരാണ്? അത് കുമാരനാശാനാണ്. അദ്ദേഹത്തിന്റെ സിംഹപ്രസവം എന്ന കവിതയിലെ വരികളാണ്. ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടത്. ഇനി ജനങ്ങൾക്ക് വേണ്ടത് വലിയ ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് എന്ന് ഗുരു പ്രഖ്യാപിച്ചു. പ്രധാന ക്ഷേത്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളും വായനശാലകളും നിർമ്മിക്കാൻ ഗുരു നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നെ അടുത്ത 5ാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, നമുക്ക് കമ്മ്യൂണിറ്റി ബോർഡ് എക്സാമിന് 5ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇത് എന്ന് വെച്ചാൽ ഫനാറ്റിക് സ്പോർട്സ് മ്യൂസിയം എന്നാണ് ഇതിന്റെ പേര്. 2017 ജനുവരിയിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, അഭിനവ് ബിന്ദ്ര തുടങ്ങിയ പ്രമുഖ കായിക താരങ്ങൾ ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കായിക ചരിത്രകാരനായ ബോറിയ മജുംദാറും അംബുജ നിയോദിയ ഗ്രൂപ്പും ചേർന്നാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ഒളിമ്പിക്സ് തുടങ്ങിയ നിരവധി കായിക ഇനങ്ങളുടെ അപൂർവ ശേഖരങ്ങളും ജേഴ്സികളും ബാറ്റുകളും മറ്റ് കായിക വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇതാണ് ഒരു ചോദ്യം ചോദിച്ചതായിരുന്നു കഴിഞ്ഞ നമ്മുടെ LGSന്റെ പ്രിലിംസിൽ. 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ അടുത്ത അതിന്റെ അനുബന്ധമായിട്ടെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹി 1949 സ്ഥാപിതമായത്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം ഏതാണ്? ഇന്ത്യൻ മ്യൂസിയമാണ്. കൊൽക്കത്തയിൽ 1814 സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പഴയ മ്യൂസിയം കൂടിയാണിത്. 3ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിഗത മ്യൂസിയം ശേഖരമുള്ള സലാർജംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിഗത മ്യൂസിയം ശേഖരമുള്ള സലാർജംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദിലാണ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, പ്രശസ്തമായ മഴവിൽ ആസാദി അഥവാ വിരാസത്-ഇ-ഖൽസ സിഖ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അനന്തപൂർ സാഹിബ്, പഞ്ചാബ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനവും ഒളിമ്പിക് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡ്.
ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല നിലവിൽ വന്നത് എവിടെ? മണിപ്പൂർ, അതിൽ ഇംഫാലിലാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കായിക മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതി ചരിത്ര മ്യൂസിയം, നേപ്പിയർ മ്യൂസിയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ? തിരുവനന്തപുരം. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ തേക്കിൻതോട്ട മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂരാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രശസ്തമായ മ്യൂറൽ ആർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശ്ശൂര്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫോർട്ട് കൊച്ചി, എറണാകുളം. ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഈ 5 ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ അത് വരുന്നതാണ്, നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇടുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട് ഈ ചാനൽ വീഡിയോകളൊക്കെ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ മാക്സിമം വീഡിയോ ചെയ്യുന്നതാണ്. നമ്മളിപ്പം +1 ജിയോഗ്രഫിയുടെ ചാപ്റ്ററാണ് നമ്മളിപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇനി പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഹിസ്റ്ററിയിലെ വീഡിയോയും ഉടൻ തന്നെ ചാപ്റ്റർ വൈസ് കൃത്യമായിട്ട് ചെയ്യും. കാരണം വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. ചിലതൊക്കെ ഒഴിവാക്കി കളഞ്ഞ് ചിലപ്പോൾ അത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പാഠപുസ്തകമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ അതിൽ നിന്ന് എടുക്കാൻ പറ്റൂ. എടുത്തു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് വളരെ അങ്ങ് കൂടുകയും ചെയ്യും. അപ്പം അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വിട്ട് കളയാൻ തോന്നത്തില്ല. അതുകൊണ്ടാണ് ഏതാ വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനും പറയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ്. അപ്പം കാണുന്നവർക്കും എല്ലാവർക്കും ഒരു പ്രയോജനം വേണ്ടേ, അതുകൊണ്ട് മാത്രമാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.